ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതിൽ ഇങ്ങനെ ഇടണ്ടാന്ന് പറഞ്ഞതായിരുന്നു. മീൻ കൂടെ വരാം. അവിടുന്ന് കുറച്ച് ആർക്കൊക്കെ പാല് വേണം? എൻ്റെ ബാക്കാണോ എടുക്കുന്നത്? ഇന്ത്യ കാണണോ എന്ന് പറയാൻ ബാക്ക് എടുത്തിട്ട് ഈ കുട്ടികളതെല്ലാം വലിച്ചിടാൻ തുടങ്ങി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. സാധാരണ എല്ലാ ദിവസങ്ങളും രാവിലെയാണ് തുടങ്ങുക. അപ്പോൾ ഈ കൂടെയും കൊണ്ട് ഞാൻ കിച്ചണിലേക്കാണ് പോണത്. പോവാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ്, സവാള അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. ചുച്ചോ, ടാബ് സൗണ്ടും ഫുള്ളും മ്യൂട്ടാക്ക്. അപ്പോൾ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈസുള്ള ഒരു ബാസ്ക്കറ്റ് വാങ്ങണം. നമുക്കിപ്പോൾ അതിനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമുള്ള വേറൊരു ബാസ്ക്കറ്റ് എടുത്ത് ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലേ ചുബേബി? ഈ ചുബേബി എന്തിനാ നിലത്തിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഇരിക്കാൻ വയ്യ, കാല് വേദനിക്കണോണ്ടാണ്. കാല് വേദന മാറിയോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേദന അറിയണത് എപ്പോഴാന്ന് വെച്ചാൽ അവിടേക്ക് പ്രഷർ വരിക അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആകുമ്പോൾ വേദന അറിയും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോവുക. ഡോക്ടറെ അടുത്ത് പോകണ്ടാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇച്ചു ബേബി ഒരുപാട് വിളവ് കാണിച്ചാലുണ്ടല്ലോ. ഇതെന്താണ് രാവിലെ ബേ വണ്ടിപ്പോൾ പേടിയില്ലേ? എന്നിട്ടാണ് കടിക്കാൻ. ഞാനിതിൽ ഇങ്ങനെ ഇടണ്ടാന്ന് പറഞ്ഞതായിരുന്നു. അമ്മേ, സവാള പോകുമ്പോഴൊക്കെ സവാള വാങ്ങിയിട്ടാണ് ഇത്രയും സവാള. അല്ല അങ്ങനെ ആവുന്ന കണ്ടിട്ടാണ് ഞാൻ ഇതിൽ ഇടണ്ട പറഞ്ഞത്. എനിക്കറിയാലോ. മാറ് ഇച്ചു ബേബി മാറ്. അല്ല നല്ല വിശക്കുന്നുണ്ട്, നല്ല ക്ഷീണം. ചോറ് വേണം. അമ്മേ തരുമോ? എവിടെ? അടി തന്തോന്ന് പണി തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ സവാള എടുക്കാം, ഇതെടുക്കാം. ഇനി അതുപോലെ ഇതിലേക്കും എന്തെങ്കിലും ഒരു സംഭവം വെക്കണം. പക്ഷെ ഇപ്പം എൻ്റെ ഒന്നുമില്ല. ഇനിയൊരു കൂടെ എവിടെന്നെങ്കിലും തപ്പിയെടുക്കണം. എവിടെ നിന്ന് കിട്ടണോ? ഞാൻ കിച്ചണിൽ വന്നാൽ ഭയങ്കര സന്തോഷമാണ്. എന്താ ഉണ്ടാക്കാൻ പോണേ? എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാമല്ലോ അല്ലേ? അമ്മി പറയാം. ഇപ്പോഴത്തെ സ്ഥിരം ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ രാത്രി ബാലൻസ് ഉണ്ടാവുന്ന ഉച്ചയ്ക്കുള്ള ചോറുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടും ഇതുപോലെ. പക്ഷെ ഇന്ന് കുറച്ച് കുറവേ ഉള്ളൂ. അത് ആദ്യം ഈ ചോറ് കൊടുക്കട്ടെ. ഞാൻ ഫസ്റ്റ് ചോറ് ഫുള്ള് കാലിയാക്കിയിട്ട് പിന്നെ നാഷ്ട കൊടുക്കുള്ളൂ. ഞാൻ ഈ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം വിചാരിച്ചിട്ട് നടക്കണില്ല. ഇന്ന് ഒന്ന് വൃത്തിയാക്കിയാലോ എന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടുത്തെ നമ്മുടെ ഈ പണിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒന്നും മിണ്ടാണ്ടിരിക്കുമോ? പപ്പടത്തരാം. ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് നമുക്ക് കുറേ നമ്മുടെ മുകളിൽ എടുത്ത് വെച്ചിരിക്കുന്ന ക്രോക്കറീസൊക്കെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാവും. പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പണി പോണത്. അയ്യോ മതിയാവും. മതിയാവണോ? എന്ത് ചെയ്യും? കുറച്ച് ചൂടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയണില്ല. എന്നിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ബേബി, നല്ല പപ്പടം ഇല്ലേ, ഉരുളക്കിഴങ്ങ് ഈ പാത്രം കിച്ചണിൽ കൊണ്ടുവെക്കടാ. നമുക്ക് പോവാം. പിടിച്ചോ? ഇനി അമ്മയും കൂടെ വരാം. അവിടുന്ന് കുറച്ച് കറി എടുത്തിട്ടില്ല ഒഴിക്കാം. എടുക്കാൻ പറ്റുമോ? ശരി. അപ്പോൾ ഇത് കുറച്ച് മുട്ടക്കറി ഉണ്ട്. അപ്പോൾ ഇതും തരാം. മുട്ടപ്പാട്ട്. അത് താഴെപ്പോയി. ശരി വാ,
എന്നിട്ട് ഈ 3 പേരെയും വിളിക്കും, വരിക്ക് അങ്ങോട്ട് ഇരുത്തുക, ഫുഡ് കൊടുക്കുക. ഒറ്റ ഇതിൽ പണി തീർന്നു. ബാബാ എല്ലാവരും വരിക്ക വാ. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. അയ്യോ അമ്മേ, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും മക്കളെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടാറ്റോയും ചോറും പപ്പടം. ശരി, മഞ്ഞ കഴിക്കണം, എന്നാലേ നല്ല ശക്തിയും ചന്തൊക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ എല്ലാവരും. ഒച്ച ഉണ്ടാക്കി ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കൂട്ടാ. ബിസ്മി പറഞ്ഞാ ഇച്ചു താഴെ ഇരിക്കി. ഗുഡ് ഗേൾ. ഫുള്ളും പറയണം. ശരി. ചെറിയ കുഴപ്പം. കിച്ചൺ റെഡി ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നടക്കൂലെന്ന് വിചാരിച്ചിട്ട് ഹാളിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഐലൻഡായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ടേബിൾ വെച്ചുകൊണ്ട് അങ്ങനെ ചെറുതായിട്ടുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എവിടെ പുറകെ പോകുമ്പോഴും ഇച്ചു ബേബിക്ക് ഞാനും വരാം, എന്നെയും കുട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ. നമ്മൾ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒന്നോ മൈക്ക് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്ക് ഇല്ലാതെ സംസാരിക്കണം. അപ്പോൾ സംസാരം നന്നായിട്ട് വോയിസ് കേൾക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം മൈക്ക് എൻ്റെ ഡ്രസ്സിൽ ഫിക്സ് ചെയ്യാതെ വേറെ എവിടെയോ കൊണ്ട് വെച്ചിരിക്കുക. അത് ഞാൻ അറിഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ഭാഗമൊക്കെ പിന്നെ വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഈ പൊട്ടണ പോലത്തെ ക്രോക്കറി ഐറ്റംസ് ഇതൊക്കെ ഞാൻ ഫ്ലവർ വൈസൊക്കെ ഈ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഓരോ പണി നടക്കുമ്പോഴും അവർ അപ്പുറത്തും ഇപ്പുറത്തും സാധനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ടേബിളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ടേബിളത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാം ഒന്ന് ഷൂട്ടിന് പാകത്തിനെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. ഞാനും കുട്ടികളും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ നമ്മുടെ പഴയ കിച്ചണിൽ സെൻറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലവർ റൈസൊക്കെ വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ആ കുഞ്ഞ് സ്റ്റവ് വെച്ചിട്ടാണ് ഞാൻ നോർമലി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, ഈ ടേബിൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് നീക്കി വെച്ചിട്ട് ലൈറ്റ് കിട്ടും പാകത്തിന് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഹയാൻ്റെ അടുത്ത് കുറേ പറഞ്ഞു നോക്കി, ഒരുപാട് നേരം TV കാണണ്ട, കണ്ണിനൊന്ന് റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റന ചെറുതായിട്ടൊന്ന് പണി കൊടുത്തതാണ്, വൈഫൈ ഓഫാക്കി. പിന്നെ അവന് TV കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവൻ പുറത്തേക്ക് ചാടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റന അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ അവനാരാൾ ഓഫ്ലൈനിലുള്ള സംഭവം എടുത്ത് നോക്കിയിരിക്കുക, റന പണി കൊടുത്തതാണ് എന്ന് മനസ്സിലായപ്പോൾ.
ഞാൻ പിന്നെ ഒന്നും അറിയാത്ത ഭാഗത്തിൽ ഇങ്ങനെ നിന്ന് തുടയ്ക്കായിരുന്നു കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വന്ന് അവൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കും, ആരാ ഓഫാക്കിയത്, എന്തിനാ ഓഫാക്കിയത് എന്ന് ചോദിച്ചിട്ട്. പറയാത്ത പോലെ നിൽക്കായിരുന്നു. പക്ഷെ ആൾ പുറത്തേക്ക് വരുന്ന വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ റനക്കുട്ടി പോയി നോക്കിയപ്പോൾ ഉണ്ട് അവനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നെ അവൾ വിളിച്ചു, അമ്മയൊന്ന് വന്ന് നോക്ക് എന്താ കാണുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ, ഷൂട്ട് കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാനും പറ്റില്ല. അവൻ ആ ചാൻസ് നന്നായിട്ട് മുതലാക്കുകയും ചെയ്യും. ശരിക്കും ഫ്ലിക്കറിങ് ലൈറ്റ്സ് കുട്ടികൾക്ക് കൂടുതൽ കാണാൻ പാടില്ല കേട്ടോ. അതായത് സ്ക്രീനിൻ്റെ ലൈറ്റില്ലേ അത്. അപ്പോൾ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായിട്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഉണക്കി. പാൽ പാക്കറ്റ് എടുത്തിട്ടോടാ. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ വായി വെക്കണ? ഓ അങ്ങനെ. അവിടെ നിന്ന് എന്തെങ്കിലും കാറ്റ് വരുന്നുണ്ടോ? ഒരു സൈഡ് കത്തുന്നില്ല. എന്താണ് അങ്ങോട്ട് ആരെങ്കിലും ആകർഷിക്കണ്ടോ തീനെ? ആ പാല് കാച്ചൽ തന്നെ അതിലെ ഫസ്റ്റ്. യെസ്, പാല് കാച്ചൽ അങ്ങനെയൊന്നുമില്ല. ഇതെന്താണ് എൻ്റെ സ്പെക്സും എടുത്തിട്ട് വരുന്നത്? ചുച്ചു. ഓ ചുച്ചു ഇവിടെ ഉണ്ട് അല്ലേ? ഇച്ചിലോ ഹേസു ഇങ്ങോട്ട് വാ. ആർക്കൊക്കെ പാല് വേണം? പ്ലീസ്. ഞാൻ പാല് നോക്കിയിട്ട് വേണ്ട, പ്ലീസ് വേണ്ട. അന്ന് പാല് വെച്ചപ്പോൾ കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ അയ്യോ ഈ പാത്രം എന്നെ ശരിക്കും ചതിച്ചിട്ടാ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഇതിൽ ചൂട് നിൽക്കും, അതാ സംഭവം. ആ പാല് റെഡി കുട്ടികൾ. അയ്യോ ചൂടുള്ള സാധനത്തിൽ ഊതാൻ പാടില്ല. ഡസ്റ്റ് അല്ല, ബാക്ടീരിയാസ് അതിൽ പോവും. ഇന്ന് എൻ്റെ പറയുന്നു ഒന്നുമില്ല. എന്ത് ബാക്ടീരിയ? ഓ അപ്പൊ അയച്ച നമ്മുടെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെക്കണ്ടേ? ഒഴിച്ച് തരൂല. ആ നീ ഇതിൽ പിടിച്ച് തൂങ്ങണ്ട. അല്ല അടുപ്പിൻ്റെ അടുത്ത്, അതും യൂട്യൂബിൽ പോകുക എല്ലാവരും. ഈ ക്ലിപ്പ് ഇടാൻ പറ്റില്ല. നമ്മളിങ്ങനെ പാല് കാച്ചിട്ടില്ലേ, അതോ പാല് കാച്ചിട്ട് നോക്കാണ്ട് ഒഴിച്ചാൽ താഴെ പോവും. അതല്ല ഉദ്ദേശിച്ചത്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പാട കിട്ടും. ആ പാൽപ്പാട നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തിൽ നല്ല വെണ്ണ ബട്ടർ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് പാൽ റെഡിയാക്കട്ടെ. കുട്ടികൾ അങ്ങോട്ട് മാറ്. ആ സ്റ്റൈലിൽ ചിരിച്ചുകൊണ്ട് പാലെടുത്തിട്ട് വരുന്നത് വേറൊന്നുമല്ല, ഇന്നൊരു ഷൂട്ടുണ്ട്. ആ ഷൂട്ടും കൂടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ആ സ്റ്റൈല് കണ്ടത്. ഓക്കെ, കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഷൂട്ടുള്ള ദിവസമായതുകൊണ്ട് ഡ്രസ്സ് മാറിയതാണ്. ചുച്ചു ബാക്കിൽ നിന്ന് മാറിക്കോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ചുച്ചു ബാക്കിൽ വന്ന് നിൽക്കും. അന്ന് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യം ഇട്ടിട്ടാണ് അതൊന്ന് റെഡിയായത്. അന്ന് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം ആർക്കും അറിയില്ല. ഒരു ദിവസം വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ആക്കിയില്ലേ.
ചുച്ചുൻ്റെ കിളിക്കാൻ പറ്റി പാസറുണ്ടല്ലോ, ചില സമയം ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അമ്മേ എൻ്റെ കൈ അത് എവിടേക്കോ ആണ്. ഞാൻ എടുത്ത് വെച്ചതാണ്, പക്ഷെ ഇവരിത് മാറ്റി വെച്ചപ്പോൾ എവിടേക്കോ വെച്ച്. കുറച്ച് ഐസ്ക്രീം ഇടണം. അപ്പോൾ ഞങ്ങളുടെ രാത്രിയിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഷൂട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയാണ് കേട്ടോ. അത് ഇവരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ചെയ്യിക്കുമ്പോഴേക്കും നമ്മളൊരു പരുവാകും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇച്ചു ബേബീൻ്റെയൊക്കെ ഓരോ ക്യൂട്ട്നെസ് കാണുമ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തും വെക്കും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ലാസ്റ്റ്. പിന്നെ ഇതേ നമ്മുടെ റൂമിൻ്റെ ഇന്ന് രാവിലത്തെ കുറച്ച് അപ്ഡേഷനും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഈ ഭാഗത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതേപോലെ അപ്പുറത്തെ സൈഡും ലൈറ്റ് വെക്കുന്നുണ്ട്. ഇന്നത്തോടെ വാർഡ്രോബിൻ്റെ പണികളൊക്കെ തീരും എന്നാണ് ആശാരിമാർ പറഞ്ഞിട്ടുള്ളത്. തീർന്നാൽ അത്രയും നല്ലത്. പക്ഷെ അതോടുകൂടെ തീരുന്നില്ല. പിന്നെ പെയിൻ്റ് അടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അപ്പോൾ പിന്നെ ബെഡ്റൂമിൻ്റെ സംഭവം അതോടുകൂടെ തീരും. ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനത്തിലിരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഈ ഡ്രോയേഴ്സിൻ്റെ ഈ ഡോറിലൊക്കെ നമ്മൾ റൂട്ടർ മെഷീൻ വെച്ചിട്ട് ഞാനൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പണി കേട്ടോ. അത് നമ്മൾ CNC കട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് വരും. പിന്നെ കിളിക്കൂട്ടിൽ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ സൈസേ അല്ല, ഇവരുണ്ടാക്കി വന്ന സമയത്ത് കൂട്ടി വേറെ മോഡലൊക്കെ ആക്കി. അവസാനം ഞാൻ പറഞ്ഞു സ്ക്വയർ ഫീറ്റൊക്കെ കൂടി എനിക്ക് ചിലവ് കൂടുതലാണ് ഷീറ്റിനൊക്കെ, അതുകൊണ്ട് ഞാൻ പറയണ പോലെ ആക്കിയാൽ മതി എന്നുകൊണ്ട് ഞാൻ ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് തന്നെ നിന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഇവരയ്യോ ഹൈറ്റ് പോരാതാവില്ലേ, അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കിളികൾക്ക് പറക്കാനുള്ളൊരു സൗകര്യമാണ് വേണ്ടത്. നമ്മൾ കയറുകയാണെങ്കിലും ഞങ്ങൾ കുനിഞ്ഞിട്ട് കയറിക്കൊള്ളാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു സൈസ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വാർഡ്രോബിൻ്റെ ഡോറുകളൊക്കെ റൂട്ടർ മെഷീനിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പും പിന്നെ അതിനകത്ത് ചെറിയ ലൈൻസും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം, ഇതും നല്ല മോഡലാണ്. ലൈൻസ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ ആദ്യത്തെ വീട്ടിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കൊടുത്താൽ മതിയോ എന്ന് ആലോചിച്ചിട്ട് അതങ്ങനെ പറഞ്ഞു കൊടുത്തു. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CNC കട്ടിങ്ങിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം എടുക്കും, പിന്നെ നീണ്ടു പോകും, പിന്നെ അതിന് വേറെ പൈസ വേണ്ടി വരും. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് തോന്നിയിട്ട് അങ്ങനെ പിന്നെ അവരടുത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പെയിൻറ്റിങ് പണികൾ നടക്കുന്നുണ്ട്. ഈ ജനലുകളൊക്കെ ഇനി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ വീടിൻ്റെ ലുക്ക് തന്നെ ടോട്ടലി മാറും. അത്യാവശ്യം ഉള്ളിൽ തന്നെ നല്ലൊരു റാഹത്ത് തോന്നുന്നുണ്ട് ഇപ്പം കാണുന്ന സമയത്ത്, കളറൊക്കെ ഒന്ന് ലൈറ്റ് കളറായ സമയത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ വർഷത്തെ അങ്ങനെ നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങൾ വന്നൊരു വർഷമാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഇതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെയൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടണം എന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.